മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് 2087 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 6945 ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ആളുകളും ക്യാമ്പുകളിൽ കഴിയുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ മഴക്കെടുതിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരുണ്ട്. അവരിലെ പലരെയും ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ക്യാമ്പുകളുടെ കൃത്യമായ കണക്കാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി പുറത്ത് വിട്ടിരിക്കുന്നത്. പക്ഷേ പലയിടങ്ങളിൽ നിന്നും ആക്ഷേപമുണ്ട്. നമുക്ക് അല്പസമയം മുൻപാണ് ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള അത്തരത്തിലുള്ള പരാതികൾ കണ്ടത്. ഈ ക്യാമ്പുകൾ അവരുടെ യഥാർത്ഥ വീടുകളിൽ നിന്ന് ഒരുപാട് അകലെയാണ്, അത്തരം ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്താണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ, കണക്കുകൾ? പ്രജിൻ, സംസ്ഥാനത്തെ മഴക്കെടുതി അതിരൂക്ഷമാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നേരത്തെ 1500-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും പുതിയ റവന്യൂ വകുപ്പിന്റെ കണക്ക് പ്രകാരം 6945 ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു എന്നതാണ് റവന്യൂ വകുപ്പ് തന്നെ അറിയിക്കുന്നത്. സംസ്ഥാനമാകെ 177 ക്യാമ്പുകളാണ് ഇതിനോടകം തന്നെ പ്രവർത്തനം തുടങ്ങിയത്. ഇതിൽ 2087 കുടുംബങ്ങളാണ് 177 ക്യാമ്പുകളിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിലാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 39 ക്യാമ്പുകളും കോട്ടയം ജില്ലയിൽ മാത്രം 58 ക്യാമ്പുകളും ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. നേരത്തെ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 3000 ക്യാമ്പുകൾ സജ്ജമാക്കാനായിരുന്നു റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പുകൾ തയ്യാറായിട്ടുള്ളത്. പക്ഷേ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മിക്ക ഇടങ്ങളിലും ഈ ചില സ്കൂളുകളായിരിക്കും ക്യാമ്പുകളായി സജ്ജമാക്കിയിട്ടുള്ളത്. അത് ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ക്യാമ്പുകൾ അവർ താമസിക്കുന്ന അടുത്ത് നിന്ന് കുറെ ദൂരേക്ക് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ വിമുഖത കാണിക്കരുത് എന്ന് സർക്കാർ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ ക്യാമ്പുകളിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് റവന്യൂ വകുപ്പും അറിയിക്കുന്നത്.